നയന മുത്തശ്ശിയോടും പറഞ്ഞിട്ട് അവൾ സ്റ്റോർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണ് കാരണം എന്നുള്ളതും മുത്തശ്ശിയും എന്താണ് പറഞ്ഞതെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങളും കാരണങ്ങളും അപ്പോൾ ആദർശിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നയന സ്റ്റോർ റൂമിലേക്ക് മാറുകയാണ്. എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചിരുന്ന സമയത്ത് നയന ആദർശിൻ്റെ അടുക്കൽ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. ആദർശ് ഓർക്കാണ് ഇവയ്ക്കിതെന്താ പറ്റിയത്, എന്തിനാ ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നത്, ഞാനതിനൊന്നും ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ തന്നെ അവൻ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നയന എന്നറിയാതെ ഫയൽ എടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ തന്നെ ഓർക്കാണ് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ സ്വന്തമായിട്ട് പോയിട്ട് ഫയൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുത്തശ്ശനും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ പറയാണ് എന്തായാലും നയനയുടെ തീരുമാനം നന്നായി, അവളുടെ ലൈഫിൽ അവൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവൻ തിരിച്ചറിയണം. അതായത് നയനമ്മളുടെ പ്ലാന് എന്തായാലും അത് കറക്റ്റ് കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് അവന് ഫുഡൊന്നും കൊടുത്തു വിടാനായിട്ട് നയന ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. എല്ലാം അവള് ടേബിളിന്റെ പുറത്ത് റെഡിയാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ആദർശിന്റെ കയ്യിലെടുത്ത് കൊടുക്കുകയോ എല്ലാ ദിവസത്തെ പോലെ ചെയ്യുന്ന ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ദേവയാനി ഇത് മനസ്സിലാക്കിയിട്ട് ദേവയാനി തന്നെ ഫുഡ് എടുത്തുകൊണ്ട് ആദർശിന് കൊടുക്കുന്നുണ്ട്. പോയിട്ട് ആ മോനെന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. തിരികെ വന്ന് നയനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് കയറി പോകുന്നുണ്ട്. നയന ഒരു മറുപടി പോലും മിണ്ടാതെ അവളുടെ ജോലി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ ജോലിയും അവൾ തീർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് വരുന്ന സമയമാകുമ്പോഴേക്കും നയന സാധാരണ വാതിക്കൽ തന്നെ നോക്കി നിൽക്കുകയും അവനെ കോഫി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ സമയത്ത് നയന എന്ത് ചെയ്യുന്നറിയാമോ, പതിയെ പൂജാമുറിലിട്ട് അങ്ങോട്ടേക്ക് കയറുകയാണ്. ആദർശ് വന്ന പാടെ ഫയലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷെ അടുക്കളയിലെങ്ങും ആരും ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോഴേക്കും ദേവേനി വന്നിട്ട് ആ മോൻ വന്നോ, എന്തൊക്കെയുണ്ട് ഓഫീസിൽ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പം ഒന്നുമില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ദേവയാനിയും ചുമ്മാ ഒന്നും മിണ്ടാതെ മാറി കയറി പോകുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിലോ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആ സെറ്റിൽ തന്നെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ് കേട്ടോ. അതായത് ആദർശിനെ അവർ നോക്കുന്ന കാര്യം ശ്രദ്ധിക്കുന്ന കാര്യമൊന്നും അവനെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെയൊക്കെ ഇരുന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശ് ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ. ആദർശ് നോക്കുന്നത് മറ്റാരെയല്ല, തനിക്ക് എന്നും കോഫി കൊണ്ടുവരുന്ന നയനെ അവൻ നോക്കുന്നുണ്ട്. പക്ഷേ നയന അവന് അപ്പം ആദർശിന് മനസ്സിലാകുന്നില്ല. പൂജാമുറിൽ സൗണ്ട് വെക്കുമ്പോൾ നയന പൂജാമുറിലാന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ ആ നയന ഇനി ഇറങ്ങി വന്നിട്ട് കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇതേ സമയത്ത് തന്നെ നയന പൂജാമുറിൽ വന്നിട്ട് മുത്തശ്ശിക്കും അതേപോലെ തന്നെ ആദർശിനും ആ ഒരു പൂജയുടെ വിളക്കൊക്കെ കാണിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം അവൾ നേരെ അവളുടെ സ്റ്റോർ റൂമിലേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരിങ്ങനെ പരസ്പരം ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആദർശ് കേൾക്കുന്നില്ല. അപ്പം മുത്തശ്ശൻ പറയാണ്, കണ്ടില്ലേടി ഇത്രയും നേരമായി അവനോട് നിന്നിട്ട് അവൻ്റെ അമ്മ വന്നിട്ട് പോലും ഒന്ന് എന്തെങ്കിലും വേണമെന്ന് പോലും അവനോട് ചോദിച്ചില്ല, മൈൻഡ് ചെയ്യാതെ അവളും പോയി. ഇവൻ ഇനി മനസ്സിലാക്കണം എന്താണ് എൻ്റെ വിലയെന്നുള്ളത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആദർശ് കോഫി ഇട്ടാത്ത ദേഷ്യത്തിൽ ആദർശ ഫയൽ അടച്ചിട്ട് നേരെ മുകളിലത്തെ നിലയിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ പോയിട്ട് കുളിച്ചിട്ടൊക്കെ താഴേക്ക് വീണ്ടും ഇറങ്ങി വരികയാണ്. ഇതേ സമയത്ത് തന്നെ താഴെ ഇപ്പം എല്ലാവരും കാണും കേട്ടോ. ഇപ്പം ഏകദേശം രാത്രി ഒരു ഡിന്നറിൻ്റെ ഒരു സമയമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം എല്ലാവരോടും കാണും. നയനയാണെങ്കിലും അടുക്കളയിൽ തകൃതിയായിട്ട് പാചകത്തിലായിരിക്കും കേട്ടോ. അപ്പോഴേക്കും വന്നിട്ട് ദേവയാനി ചോദിക്കുകയാണ്, അമ്മേ എനിക്കൊരു ഗ്ലാസ് ടീ തരാമോ, ഇന്ന് വന്നതിന് ശേഷം എനിക്ക് ടീ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ അതെന്ത് പറ്റി മോനെ ടീ കിട്ടാഞ്ഞത്, നയന നീ ഇവന് ചായ കൊടുത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ സമയത്തൊക്കെ പൂജാമുറിയിലായിരുന്നു. അല്ല അമ്മ ആദ്യം കണ്ടതല്ലേ ആദർശേട്ടൻ വന്നത്, എങ്കിൽ അമ്മയ്ക്ക് കൊടുത്തുവിടായിരുന്നു ചോദിക്കുമ്പോൾ ദേവേനി ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ദേവയാനി പറയാണ് ജാനകി അടുക്കളയിൽ കാണും, ജാനകി ഒരു ഗ്ലാസ് ചായ ഇട്ട് ആദർശിന് കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല ദേവയാനി നിന്റെ മകൻ ഗ്ലാസ് ചായ വിട്ട് കൊടുക്കാൻ നിനക്ക് പറ്റില്ലേ, നീ എത്ര പേരോടാ മാറി തിരിഞ്ഞ് പറയുന്നത്, അതേസമയം പോലെ നിനക്ക് അവനുള്ള ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കാൻ സ്വന്തം മകന് പോലും ചായ ഇട്ട് കൊടുക്കാൻ നിനക്ക് ഇപ്പം മടിയായെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല അമ്മേ, എല്ലാ ദിവസവും ചായ കൊടുക്കാറ് നയനയല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് പറയുമ്പോഴേക്കും ഒന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ തന്നെ ചായ ഇട്ടോളെന്ന് പറഞ്ഞിട്ട് ദേവിയൻ അടുക്കളയിൽ കയറി ചായ ഇടാൻ പോകുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, വേണ്ട ഞാൻ ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ചായ ഇട്ട് ദേവിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേവിയുടെ ആദർശിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണെങ്കിൽ പോലും നയന എല്ലാവർക്കും വിളമ്പി കൊടുക്കുമായിരുന്നല്ലോ. ആ പതിവൊക്കെ നയന പതിയങ്ങ് മാറ്റിയിട്ട് ടേബിളിൽ കൊണ്ട് ഫുഡ് എല്ലാവർക്കും വെക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും പ്ലേറ്റും കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേനയൊക്കെ കയ്യും കഴിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നയനെ വിളമ്പിയിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് ചവച്ചു കൊടുത്താൽ അതും കൂടി കഴിക്കാൻ എന്നുള്ള രീതിക്ക് ഇരിക്കാറുണ്ടോ ദേവേനയുടെ. അതുപോലെ തന്നെ ആദർശം എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും നയന കൂളായിട്ട് അടുക്കളയിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് നയന സാധാരണ നയനയും ചെറിയമ്മയും ലാസ്റ്റാണ് ഇരിക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ചെറിയമ്മയും സ്ഥലം ഉണ്ടല്ലോ നമുക്ക് പോയി ഇരിക്കാമെന്നും പറഞ്ഞു
പറഞ്ഞിട്ട് ചെറിയമ്മയുടെ കയ്യിൽ പിടിച്ചോണ്ട് വന്നിട്ട് ആ ചെറിയമ്മയുടെ കൂടെ ടേബിളിൻ്റെ ഒരറ്റത്ത് ഇരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കണ്ട മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട് അവളുടെ പണി തുടങ്ങി കഴിഞ്ഞു എന്നുള്ള കാര്യം. അങ്ങനെ നയന അവിടെ വന്നിരുന്നതിന് ശേഷം ചോറെടുത്ത് അവൾക്ക് സ്വന്തമായിട്ട് വിളമ്പുന്നുണ്ട്, കറികളും സ്വന്തമായിട്ട് വിളമ്പുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ ഞാൻ വിളമ്പി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ, എല്ലാവർക്കും കൈ ഉണ്ടല്ലോ വിളമ്പി കഴിക്കാൻ, അവർ വിളമ്പി കഴിച്ചോളും, എൻ്റെ മോളിരുന്ന് കഴിക്കുക, മോൾ ഇത്രയും കഷ്ടപ്പെട്ട് നിൻ്റെ കൈ കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ, 4-5 കൂട്ടം കറികളും ചോറും അത് പപ്പടും അങ്ങനെ അതിന് തക്കതായ എല്ലാം, പിന്നെ ചപ്പാത്തിയും അതിനുള്ള കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചില്ലേ, എൻ്റെ മോളിന് റെസ്റ്റ് എടുക്ക്, ഇനി എൻ്റെ മോളൊന്നും ചെയ്യണ്ട, വേണ്ടവർ വേണമെങ്കിൽ വിളമ്പി കഴിച്ചോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ദേവനിക്ക് കേൾക്കുമ്പോൾ നല്ല കലിപ്പാവുന്നുണ്ട്. എന്നിട്ട് നയന വിളമ്പിയതിന് ശേഷം എല്ലാവരും മാറി മാറി വിളമ്പി കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ആരെയും മൈൻഡ് ചെയ്യാതെ അവളിരുന്ന് കൂളായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ ഈ ഒരു മാറ്റം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ജാനയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ നയനയുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസമൊക്കെ. എന്നാൽ ആദർശനൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവൾ അതിനുശേഷം അവൾ കഴിച്ച പ്ലേറ്റൊക്കെ ആയിട്ട് അവൾ നേരെ അടുക്കളയിലേക്ക് പോവാണ്. ആദ്യം കഴിച്ചിരുന്നിട്ട് അവൾ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കി എല്ലാവരും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോഴേക്കും ആ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല എല്ലാവരും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ടോ, ഈ പ്ലേറ്റൊക്കെ പറക്കാൻ ഇനി ആരാ വരണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, അല്ല നയനയുണ്ടല്ലോ അവളിൽ സാധാരണ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ ചാടി ഒരു എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, നയന എന്താ നീ നിർത്തിയേക്കുന്ന വേലക്കാരിയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവേനി ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, മുത്തശ്ശ അത് നയനയിൽ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതെന്ന് ചോദിക്കുമ്പോൾ നീ മിണ്ടി പോകരുത്, നീയൊക്കെ ഒരാണാണോ, നീയൊക്കെ ഒരു ഭർത്താവാണോ, സ്വന്തം ഭാര്യനെ കൊണ്ട് എല്ലാവരും എച്ചിൽ പ്ലേറ്റ് എടുപ്പിക്കുന്ന നീയൊക്കെ വലിയ മനുഷ്യനാണോ, ഇത്രയും കാലമായിട്ടും ഞാനൊന്നും മിണ്ടാതിരുന്നത് ഞാൻ പൊട്ടനായിട്ടൊന്നുമല്ല, എനിക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല, പിന്നെ ഇതൊക്കെ എവിടം വരെ പോകുന്നു എനിക്കറിയണമായിരുന്നു, ഇനി മേലാൽ അവളെ കൊണ്ട് ആരുടെയെങ്കിലും എച്ചിൽ പാത്രം എടുത്ത് ഞാൻ അറിഞ്ഞാൽ അത് പിന്നെ ഇവിടെ അവർ ഇന്നെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ദേഷ്യപ്പെടുമ്പോഴേക്കും എല്ലാവരും സ്വന്തം പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മീനാക്ഷി പറയുന്നുണ്ട്, എല്ലാവരും പ്ലേറ്റ് അടച്ചിട്ട് പോയിക്കോ, ഞാൻ കഴുകിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പ്ലേറ്റ് അടച്ചിട്ട് വാഷ് ബേസിൽ പോയി കൈയൊക്കെ കഴുകുന്നുണ്ട്. ഈ സമയത്ത് മീനാക്ഷി ആ പ്ലേറ്റെല്ലാം എടുത്ത് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ടേബിളിലെടുത്ത് എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഈ വീട്ടിൽ ദേവയാനി, ജലജ, അതുപോലെ തന്നെ ജാനകി, അങ്ങനെ എൻ്റെ 3 മൂത്ത മരുമക്കളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ കൊച്ചുമരുമക്കളായിട്ട് 2 പേർ കൂടി വന്ന് ചേർന്നിട്ടുണ്ട്. അതുകൂടാതെ എനിക്ക് വേറെ 2 കൊച്ച് പെൺമക്കളുണ്ടല്ലോ, ആ കാര്യം എല്ലാവരും മറന്നുപോയോ, ജലജയുടെ മോളും ദേവേന്റെ മോളും. അവർക്കൊക്കെ ഈ വീട്ടിൽ ജോലി എന്ന് വെച്ച് ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഒരു ജോലിക്കാരെ നിർത്തിയിട്ടുണ്ട്, അതിന് വേണമെങ്കിൽ എക്സ്ട്രാ ഒരാളെ കൂടെ നിർത്താൻ തയ്യാറാ. പിന്നെ നയനമ്മക്ക് വീട്ടിൽ ജോലി ചെയ്യുന്നൊന്നും ഒരു ഭാരമില്ലെന്ന് അവളെൻ്റെ മോള് എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവളെ ഞാൻ ഇതൊക്കെ ചെയ്യാൻ അനുവദിക്കുന്നത്. അതൊക്കെ അവളുടെ കടമയായിട്ടും അവൾക്ക് ഒരു റിലാക്സേഷനായിട്ടും അവൾ കരുതുന്നുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുന്നതാ എന്നും വെച്ച് അവളെ ആരെങ്കിലും വേലക്കാരിയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം എല്ലാവരും കാണും. ആ നിമിഷം അതിന് ആരാണെങ്കിലും, എൻ്റെ മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും അവളെ ജോലിക്കാരിയാക്കിയാൽ ആ നിമിഷം അവർക്ക് ഇവിടുന്ന് പുറത്തു പോകാവുന്നതായിരിക്കും എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ലാസ്റ്റ് വാണിങ്ങിയ പോലെ എല്ലാവരും പറയുമ്പം ദേവയാനിയൊക്കെ ആണെങ്കിൽ ആകെ പടങ്ങി ഷോക്കായിട്ട് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ഇനി മേൽ എച്ചിൽ പാത്രമോ അവളെ കൊണ്ട് ആരെങ്കിലും ഇട്ട മുഷിന് തുണി അലക്കിക്കോ, എന്തെങ്കിലും ഞാനിവിടെ കണ്ടാൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരുന്നെങ്കിൽ അത് പുണ്യമാണെന്ന് കരുതി അങ്ങ് സ്വീകരിച്ചോണം, ഇനി മേലെ എന്നെ കൊണ്ട് ഇതൊന്നും പറയിക്കരുതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ.